വിധേനയും സംസ്ഥാന ഭരണം പിടിക്കുകയാണ് UDFന്റെ ലക്ഷ്യം. കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങളും ഒട്ടേറെ വിവാദങ്ങളും അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട്. അത്തരം സാഹചര്യത്തിലും ഭരണമാറ്റത്തിന് വേണ്ടി കൂടുതൽ ഗൗരവകരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ് ലീഗ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് വിജയസാധ്യത കുറയുമ്പോഴും അവരെ കുറ്റപ്പെടുത്തുവാൻ ലീഗ് തയ്യാറാകുന്നില്ല. ലീഗിന്റെ ചില മണ്ഡലങ്ങൾ തങ്ങൾക്ക് വേണമെന്നുള്ള കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾ പോലും ലീഗ് സമ്മതിച്ച മട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ 2006 മുതൽ ഇങ്ങോട്ടുള്ള 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വട്ടപൂജ്യമാണ്. ഏറ്റവും അവസാനം നടന്ന 2021 തെരഞ്ഞെടുപ്പിലും UDF കോഴിക്കോട് ജില്ലയിൽ 2 സീറ്റിൽ ഒതുങ്ങി. വടകരയിൽ RMPI സ്ഥാനാർത്ഥി KK രമയും കോഴിക്കോട് സൗത്തിൽ നിന്ന് മാറിയ MK മുനീറും കൊടുവള്ളിയിലും വിജയിച്ചു. 2001 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ UDFന്റെ 6 സീറ്റുകളിൽ വിജയിക്കാനായപ്പോൾ 2 സീറ്റുകളിൽ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു എന്നതൊഴിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസിന് ആശ്വസിക്കാൻ വകയില്ലെന്നതാണ് മണ്ഡലം വെച്ചുമാറുന്നതിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത്. നിലവിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു വരുന്ന തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിച്ചാൽ വിജയിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തുടർച്ചയായി 2 വട്ടം ലീഗ് തോറ്റ മണ്ഡലം ഏറ്റെടുക്കുന്നത് ഗുണകരമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയം ഉറപ്പാകുമെന്നാണ് കണക്കുകൂട്ടൽ. ജില്ലയ്ക്ക് പുറത്തുള്ള സീറ്റാണ് ലീഗ് പകരം ആവശ്യപ്പെടുന്നത്. നിലവിൽ CPIയുടെ സിറ്റിംഗ് സീറ്റായ പട്ടാമ്പിയിൽ പാർട്ടിയിലെ യുവ നേതാക്കളിൽ ഒരാളെ മത്സരിപ്പിച്ച് സീറ്റ് പിടിക്കലാണ് ലീഗിന്റെ ലക്ഷ്യം. ഇത് കോൺഗ്രസ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നുമായിട്ടില്ല. 1980 മുതൽ CPMന്റെ കുത്തകയായ പേരാമ്പ്ര മണ്ഡലത്തിൽ വർഷങ്ങളായി UDFന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് M ആണ് മത്സരിച്ചു വന്നത്. ജോസ് കെ മാണി വിഭാഗം LDFിലേക്ക് പോയപ്പോൾ UDFൽ പേരാമ്പ്ര സീറ്റിൽ പിന്നീട് ലീഗാണ് മത്സരിച്ചത്. ഈ സീറ്റ് ലീഗിൽ നിന്ന് വാങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള പുതിയ പരീക്ഷണത്തിനാണ് ശ്രമം. പകരം കൊയിലാണ്ടി സീറ്റ് ലീഗിന് നൽകാനാണ് ആലോചന. എന്നാൽ കൊയിലാണ്ടി സീറ്റിൽ KM അഭിജിത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നവരുമുണ്ട്. 2021 തിരഞ്ഞെടുപ്പിലും മണ്ഡലം ഇടതിനൊപ്പം നിന്ന് ചരിത്രമാണ് ഉള്ളത്. ഇത്തവണയും കാനത്തിൽ ജമീല് തന്നെയാകും LDF സ്ഥാനാർത്ഥി എന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനുള്ള ആലോചന നടക്കുന്നത്. സീറ്റുകൾ പരസ്പരം വെച്ചുമാറുന്നതിനാൽ കോൺഗ്രസ് ലീഗ് അണികളിലും ഈ നീക്കത്തിന് പിന്തുണ കിട്ടിയേക്കാം. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങൾ വെച്ചുമാറണമെന്ന ആവശ്യം കുറച്ചു കാലമായി കണ്ണൂരിലെ കോൺഗ്രസിനകത്തു നിന്നും ലീഗിനകത്തു നിന്നും ഉയരുന്നുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം നീക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K സുധാകരന് കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അഴീക്കോട് നിന്നാണെന്നിരിക്കെ മണ്ഡലം വെച്ചുമാറാനാണ് ആലോചന. ജില്ലയിൽ ലീഗിന് ഏറ്റവും ശക്തിയുള്ളത് കണ്ണൂർ മണ്ഡലത്തിലാണ്. കോർപ്പറേഷനിൽ നിർണായക ശക്തിയുമാണ് ലീഗ്. കണ്ണൂർ സീറ്റ് കിട്ടിയാൽ ജയിച്ചു കയറാമെന്ന് ലീഗ് കണക്കുകൂട്ടുന്നു. എറണാകുളം ജില്ലയിലെ കൊച്ചി, കളമശ്ശേരി മണ്ഡലങ്ങൾ തമ്മിലും വെച്ചുമാറ്റത്തിന് ധാരണയായി എന്നാണ് അറിയുന്നത്. കളമശ്ശേരിയിൽ പാലാരിവട്ടം മേൽപ്പാലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ലീഗ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു. മണ്ഡലത്തിൽ നിന്നും പിന്നീട് വിജയിച്ച CPM നേതാവ് P രാജീവ് നിലവിൽ മന്ത്രിയാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിനനുസരിച്ച് കരുത്തുള്ള ഒരാളെ UDF മത്സരിപ്പിക്കണം. അങ്ങനെ സ്വീകാര്യതയുള്ള ആരും തന്നെ ലീഗിലില്ല. ഈ ഘട്ടത്തിലാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. ജില്ലയിലെ തന്നെ ലീഗിന് സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമായ കൊച്ചി പകരം ലീഗിന് നൽകിയേക്കും. ലീഗ് കൊച്ചിയേക്കാൾ അരൂരോ കായംകുളമോ ആണ് പകരം ചോദിക്കുന്നതെന്നും അറിയുന്നു. കായംകുളം കോൺഗ്രസ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ കൊച്ചിയോ അരൂരോ നൽകി പ്രശ്നം പരിഹരിക്കുവാനാകും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുക. കൊല്ലത്തേക്ക് വരുമ്പോൾ ചടയമംഗലം, പുനലൂർ സീറ്റുകളും വെച്ചുമാറുന്നതിന് ഏറെക്കുറെ ധാരണയായതായി അറിയുന്നു. പുനലൂർ സീറ്റിൽ നിലവിൽ മത്സരിക്കുന്നത് ലീഗാണ്. ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് മത്സരിച്ചാൽ വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ ആരെങ്കിലും നിർത്തിയാൽ കടുത്ത മത്സരമെങ്കിലും കാഴ്ചവെക്കാനാകും. ചടയമംഗലം മണ്ഡലത്തിൽ കോൺഗ്രസിനേക്കാൾ ലീഗിന്റെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ലീഗ് മണ്ഡല കൈമാറ്റത്തിന് ഏറെക്കുറെ തയ്യാറായിരിക്കുന്നത്. മറ്റു ചില മണ്ഡലങ്ങളും ഏറെക്കുറെ ചർച്ചകളിൽ ഉൾപ്പെട്ടെങ്കിലും തർക്കങ്ങൾ കാരണം ചില മണ്ഡലങ്ങളിൽ മാത്രം ചർച്ചകൾ ഒതുങ്ങുകയായിരുന്നു.